നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ റെഡ് റോസ് എന്ന സീരീസിനെ കുറിച്ചായിരുന്നു. റോഷേലിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ സഹോദരങ്ങളുടെ, അവളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തെക്കുറിച്ച്. നമുക്ക് ആ സ്റ്റോറിയിലേക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഷേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് റിയാലിറ്റിയിൽ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഒരു ഹെൽപ്പ് വേണ്ട ഒരു സമയത്ത് ആരെങ്കിലും ഒരു ബെയർ മിനിമം നമുക്ക് ഓഫർ ചെയ്താൽ പോലും നമ്മളത് സ്വീകരിക്കും. അപ്പോഴാണ് അവളുടെ ലൈഫിലേക്ക് റെഡ് റോസ് എന്ന ആപ്ലിക്കേഷൻ കടന്നു വരുന്നത്. അതുകൊണ്ട് ഓരോ മൂവ്മെൻറ്റിനും ട്രാക്ക് ചെയ്യുകയാണ്, അവളെ സ്റ്റഡി ചെയ്യുകയാണ് ആ ആപ്ലിക്കേഷൻ. അവൾ എന്താണ് ചെയ്യുന്നത്, അവൾ എവിടെയാണ് പോകുന്നത്, അവൾ ആരോടാണ് സംസാരിക്കുന്നത്, അവളുടെ ലൈഫിൽ എന്തൊക്കെ ട്രോമാസാണ് ഉണ്ടായിട്ടുള്ളത്, എല്ലാത്തിനെക്കുറിച്ചും ആ ആപ്ലിക്കേഷൻ പഠിക്കുന്നു. അങ്ങനെ ആ ആപ്ലിക്കേഷൻ അവളോട് ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഇന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൾട്ട് പോലെ. നമ്മൾ ഈ സീരീസിൻ്റെ തുടക്കത്തിൽ കാണുമ്പോൾ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ഹിൻസ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഒരു ഫസ്റ്റ് 4 എപ്പിസോഡ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ശ്വാസം വിടാതിരുന്ന് കാണുന്ന രീതിയിലാണ് പോകുന്നത്. ബിക്കോസ് അവളുടെ അമ്മയെ കാണുന്നതും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുടെ അവളുടെ ലൈഫിൽ സംഭവിക്കുന്നതും കുറേ സൈൻസ് ഉണ്ടാകുന്നതും, അവൾ രാത്രിയിൽ സ്വപ്നം കാണുന്നു, അവളുടെ അമ്മയുടെ സൗണ്ട് കേൾക്കുന്നു, ഹാലൂസിനേഷൻസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. സോ ഫസ്റ്റ് 4 എപ്പിസോഡ്സ് ഈസ് റിയലി ഇറ്റ് ഗീവ്സ് ആൻ എഫക്റ്റ് ഓഫ് സൂപ്പർ നാച്ചുറൽ ലൈഫ് ഓർ സൂപ്പർ നാച്ചുറൽ ഫിനോമിന. അതിന് ശേഷം വരുന്ന 4 എപ്പിസോഡുകൾ അത് നമുക്ക് ശരിക്കും എനിക്കത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ 4 എപ്പിസോഡ്സ് ഒരു ദിവസവും അടുത്ത 4 എപ്പിസോഡ്സ് പിറ്റേ ദിവസമാണ് കണ്ടത്. അപ്പോൾ എനിക്കത് പ്രോസസ്സ് ചെയ്ത് തിങ്ക് ചെയ്തെടുക്കാൻ എനിക്കൊരു ടൈം കിട്ടി. ഫസ്റ്റ് 4 എപ്പിസോഡ്സിനകത്ത് കിട്ടുന്ന ഒരു എഫക്റ്റേ അല്ല നമ്മൾ ലാസ്റ്റ് 4 എപ്പിസോഡ്സിൽ കിട്ടുന്നത്. നമുക്ക് അവിടേക്ക് സ്റ്റോറി മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൂപ്പർ നാച്ചുറൽ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും മൊത്തത്തിലൊരു മാൻ മെയ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റിലേക്ക് സ്റ്റോറി മാറുകയാണ്. റോഷേലിനെ പോലെ ഒരുപാട് ആൾക്കാരെ ഈ റെഡ് റോസ് എന്ന ആപ്ലിക്കേഷൻ ഹാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരത്തിൽ അവരെ ത്രെട്ടൺ ചെയ്തിട്ടുണ്ട്, അവരെ ഇങ്ങനെ പാരനോയയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ അവരുടെ ലൈഫിനെ തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോറിയിലുടനീളം അങ്ങനെ കാണും. ആൻഡ് ലേറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ട്രൂത്ത് ഉണ്ട്. അത് ജയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്തെ കുറേ കാര്യങ്ങൾ ഡീകോഡ് ചെയ്യുന്നത്, ശരിക്കും ഒരു സ്റ്റോറി ടെല്ലറിനെ പോലെ. അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ റെഡ് റോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ ഓർ എനിത്തിങ്. ആ ഫസ്റ്റ് 4 എപ്പിസോഡ്സ് നമുക്ക് ശരിക്കും കാണുമ്പോൾ നമ്മുടെ മഞ്ജു വാര്യർ മാഡം അഭിനയിച്ചൊരു മൂവിയുണ്ട് ചതുർമുഖം എന്ന് പറഞ്ഞു. ആ മൂവിയുടെ സെയിം എഫക്റ്റാണ് ഫസ്റ്റ് 4 എപ്പിസോഡ്സ് നമുക്കിത് തരുന്നത്. കാരണം അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ്, അത്രയ്ക്ക് നമുക്ക് പേടിയാവും. പക്ഷെ ലാസ്റ്റ് 4 എപ്പിസോഡ്സിനകത്ത് ആ ഒരു സംഭവം മുഴുവനായിട്ട് അവർ ക്രാക്ക് ചെയ്ത് കളയുവാണ്. ആൻഡ് ഇതൊരു കൂട്ടം മാനിയാക്കുകളായിട്ടുള്ള സോഷ്യൽ ബുള്ളീസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഈ റെഡ് റോസിൻ്റെ ആ ഓർഗനൈസേഷൻ നടത്തുന്ന ആളുടെ പേരാണ് ദി ഗാർഡനർ. അദ്ദേഹമാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, ഇവരെ ഇങ്ങനെ 24/7 ഒബ്സർവ് ചെയ്യുന്നതും ഇവരുടെ ഏറ്റവും വലിയ ഫിയേഴ്സിനെ മനസ്സിലാക്കി അത് അവർക്കെതിരെ യൂസ് ചെയ്യുന്നതും എല്ലാം. അങ്ങനെ ഫൈനലി ഇവർ ഇതെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് അങ്ങനെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഇവർക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ അങ്ങനെയാണെങ്കിൽ. ആൻഡ് ഓൾസോ ഒരു സൂപ്പർ നാച്ചുറൽ എഫക്റ്റ് അവർക്ക് ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. ബട്ട് എനിവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നതായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ചീത്തയാണെന്നല്ല, ഒരുപാട് ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഒരിടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ഭയങ്കര കുറേ ആൾക്കാരുടെ ലൈഫിൻ്റെ താളം തെറ്റിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സീരീസാണ്. ആൻഡ് ഓൾസോ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സീരീസാണ്. ആൻഡ് ഐ സജസ്റ്റ് യു ഗൈസ് ടു വാച്ച് ദിസ് സീരീസ്, ദ റെഡ് റോസ്.